ഹായ് എല്ലാവർക്കും നമസ്കാരം. സെറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സിലബസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിവേ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തൊരു 30 ദിവസത്തിനടുത്ത് നമുക്ക് ഇനിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് പേപ്പർ വണ്ണിൻ്റെ സിലബസ് ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് തോന്നി. സെറ്റ് പേപ്പർ വണ്ണിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്രയധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് മിനിമം ഒരു 60 മാർക്ക് സെറ്റ് പേപ്പർ വണ്ണിൽ ഇല്ലാതെ നിങ്ങൾ സെറ്റ് പേപ്പർ ടൂവിൽ നിങ്ങൾ സബ്ജക്റ്റിൽ എത്ര മാർക്ക് ഉണ്ടായിട്ടും നേടിയിട്ടും കാര്യമില്ല. സോ സെറ്റിൻ്റെ പേപ്പർ വണ്ണിൻ്റെ സിലബസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കവർ ചെയ്തത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കവർ ചെയ്യാത്തത് എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴും സിലബസ് അറിയാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. സോ നിങ്ങൾ പേപ്പർ വണ്ണിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾ പേപ്പർ ടു ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ പ്ലേലിസ്റ്റിൽ നമ്മളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കേട്ടറ്റിനും സെറ്റിനും നെറ്റിനും ചോദിക്കുന്ന കുറേയധികം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ്. എനിവേ വിൽ സ്റ്റാർട്ട്. സെറ്റ് പേപ്പർ വണ്ണ് എങ്ങനെ ഒന്ന് ക്രാക്ക് ചെയ്തെടുക്കാം, 120 ചോദ്യത്തിൽ മിനിമം 60 ചോദ്യം എങ്ങനെ കറക്റ്റ് ആക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി നമുക്ക് ജനറൽ നോളജിൻ്റെ ഒരു പാർട്ടായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മെത്തഡോളജി, അതുപോലെ സൈക്കോളജി ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പാർട്ടായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഇതൊരു ജസ്റ്റ് ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് എന്നുള്ള ചോദ്യങ്ങൾ വരും, ലാംഗ്വേജ് ആൻഡ് റീസണിങ് എന്നുള്ള ചോദ്യങ്ങൾ വരും, കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ വരും, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ചോദ്യങ്ങൾ വരും, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ള ചോദ്യങ്ങൾ വരും, നമ്മൾ ബി എഡിലൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എം എഡിൽ പഠിച്ചിട്ടുള്ളത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ചോദ്യങ്ങളും വരും. ഇനി ഇതിനെ ഒന്നും കൂടി ഡീപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാം, ടോപ്പിക്സ് ഏതൊക്കെ കവർ ചെയ്യണം, മേജർ ടോപ്പിക്സ് എങ്ങനെ വരും, ജനറൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, ജനറൽ സ്റ്റഡീസ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ നിന്നുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഇതിൽ പ്രതീക്ഷിക്കാം. പിന്നെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, സോഷ്യൽ സയൻസ്, ജനറൽ സയൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ മനസ്സിലുണ്ടാവുകയും അതിനെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. കാരണം സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല ഡ്യൂട്ടി, ആ സിലബസിലെ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊരു അനാലിസിസും കൂടെ നടത്തി നോക്കണം. എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി ഒക്കെ ഇതിൽ വരുന്നതാണ്. അടുത്തത് ഹ്യൂമാനിറ്റീസിൽ നിന്ന് ചോദിച്ചേക്കാം. വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആയിട്ട് നിർബന്ധമായിട്ട് രണ്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറും വേൾഡ്. അതുപോലെ മേജർ ഇന്ത്യൻ ആർട്ട് ഫോംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. കലകൾ അത് എവിടുന്ന് വരുന്നു, മേജർ ആർട്ട് ഫോംസ് ഏതൊക്കെയാണ്, ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത്, കൾച്ചർ ഏതൊക്കെ ട്രൈബ് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളത്. കേരള സ്റ്റഡീസ്, സോഷ്യൽ റിഫോമേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെന്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതും കറണ്ട് അഫെയറുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ചോദിക്കാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ നിന്ന് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് റീസണിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ലാംഗ്വേജ് ആൻഡ് റീസണിങ്, കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, അതായത് ബേസിക് നമ്മുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം അറിയാൻ വേണ്ടി ഗ്രാമർ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കോംപ്രിഹെൻഷൻ എടുത്ത് ചോദിച്ചേക്കാം, ഒരു പാരഗ്രാഫ് വന്നിട്ട് ചോദിച്ചേക്കാം. വൊക്കാബുലറി ചോദിച്ചേക്കാം, ഇതിൻ്റെ അർത്ഥം എന്താണ്, ആൻറ്റോണിം എന്താണ്. പക്ഷേ ഇതൊന്നും ഒരു 10-20 മാർക്ക് വരില്ല. 1, 2, 3 മാർക്കിന് വേണ്ടി റാങ്ക് തീരുമാനിക്കാൻ അല്ലെങ്കിൽ കട്ട് ഓഫ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഏരിയയാണ് ഇതൊക്കെ പറഞ്ഞാൽ. ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, നിങ്ങൾ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ SSC RRBക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന ചോദ്യങ്ങൾ, ഏതൊക്കെ രീതിയിൽ അനലിറ്റിക്സ് അല്ലെങ്കിൽ അനാലിസിസ് വെച്ചിട്ട് ചോദ്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ DOG എന്ന് പറയുന്നത് നമ്പർ ഇത്രയാണ്, അതിനെ ABC എന്ന് പറയുമ്പോൾ എത്രയാക്കി മാറ്റും. അല്ലെങ്കിൽ ഒരാൾ 1 കിലോമീറ്റർ വടക്കോട്ട് നടന്നു പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു എന്നുള്ള കണക്കിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങുമായിട്ടുള്ള ചോദ്യങ്ങളും ഇഷ്ടം പോലെ വരും. ന്യൂമറിക്കൽ സ്കിൽസ്, പാറ്റേൺ റെക്കഗ്നിഷൻ ചോദിച്ചേക്കാം, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ചോദിച്ചേക്കാം. റൈറ്റ്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് റീസണിങ് എന്ന് ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കെങ്കിലും നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഇതിലുണ്ട്. കാരണം ഇംഗ്ലീഷ് അതുപോലത്തെ ഒരു ഏരിയയാണ്, ലോജിക്കൽ റീസണിങ് അതുപോലത്തെ ഒരു ഏരിയയാണ്. 3, കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻറ്റ് തീർച്ചയായിട്ടും ചോദിക്കും കറണ്ട് അഫയേഴ്സ്.
ഏതൊക്കെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലത്തിൻ്റെ ഒരു എല്ലാ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും നോക്കി വെക്കുന്നത് നിങ്ങളെ സഹായിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ്, ഡിസ്കവറീസ്, നോബൽ പ്രൈസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇപ്പം നടക്കുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, വാർ, ട്രീറ്റീസ്, ലെജിസ്ലേഷൻ, ഏതൊക്കെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആളുകൾ മാറി, പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ എന്താണ്, ഇന്ത്യൻ ഗവൺമെന്റ് പ്രധാനപ്പെട്ട ആക്റ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കും. ഞാൻ സെറ്റ് പാസ്സായ വർഷമാണ് നമ്മുടെ കാശ്മീർ ഭാഗത്തെങ്ങാണ്ട് ഒരു ചുരം വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചു, എനിക്ക് അറിയില്ലായിരുന്നു. മാർക്ക് എൻ്റെ നിന്ന് പോയി. എന്നാണ് ഞാൻ മനസ്സിലാക്കി കറണ്ട് അഫയേഴ്സിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി ആൻഡ് റീസെന്റ് ലെജിസ്ലേഷൻ, ആർ ടി ആക്ട് ഒക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കാരണം ആർട്ടിക്കിൾസ് ഇഷ്ടംപോലെ ചോദിക്കുന്ന ഏരിയയാണ്. പൊളിറ്റി ഇഷ്ടംപോലെ ചോദിക്കുന്നതാണ്. ഈവൻസ്, പേഴ്സൺസ്, അവാർഡ്സ്, സ്പോർട്സ്, കൾച്ചർ. ഇപ്പോൾ ഒരു മാസം മുൻപ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഡി, ഒരു പെൺകുട്ടി സ്ക്വാഷിൽ മെഡൽ നേടിയത്. അത് ആദ്യമായിട്ടാണ് ഒരു ലേഡി, ഒരു പെൺകുട്ടി നേടുന്നത്. ആ കുട്ടിയുടെ വയസ്സ് വളരെ ചെറിയ വയസ്സാണ്. അപ്പോൾ അതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് വേണമെങ്കിൽ, അഫെയർ ആയിട്ട് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഇപ്പം നടക്കുന്ന വാറുകളെ പറ്റി ചോദിച്ചേക്കാം. കറണ്ട് അഫെയർ എന്തും എങ്ങനെയും ചോദിച്ചേക്കാം. ഇനി കറണ്ട് അഫെയറും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച, കാരണം എനിക്ക് ഓർമ്മയുണ്ട്, മാൻഗ്രോവ്സിനെ പറ്റി അവർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സുന്ദർബൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന മേജർ ഏരിയാസ് ആണ്. അപ്പോൾ കറണ്ട് അഫെയറും ജനറൽ നോളജും മിങ്കിൾ ചെയ്ത് ഇവർ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് പിന്നെ നമുക്ക് മനസ്സിലാവുന്ന, നമ്മൾ ബി എഡിൽ എം എഡിൽ പഠിച്ചിട്ടുള്ള ഏരിയയാണ്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, എഡ്യൂക്കേഷണൽ ഫിലോസഫി ചോദിച്ചേക്കാം. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സിസ്റ്റംസ് ഓഫ് എഡ്യൂക്കേഷൻ ചോദിച്ചേക്കാം. എമിനന്റ് തിങ്കേഴ്സ്, ലോക്ക് ചോദിച്ചേക്കാം, ജോൺ ലോക്കിനെ ചോദിച്ചേക്കാം, രവീന്ദ്രനാഥ് ടാഗോറിനെ ചോദിച്ചേക്കാം, ജിത്തു കൃഷ്ണമൂർത്തിയെ ചോദിച്ചേക്കാം, ഫോക്കുവിനെ ചോദിച്ചേക്കാം. ആരെ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നവരാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ ഇഷ്ടംപോലെ ആൾക്കാരും ഇഷ്ടംപോലെ കോഡ്സും വരുന്നുണ്ട്. കോഡ്സുകളിൽ ചോദിച്ചേക്കാം. ഈസ്റ്റേൺ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ടത്, അത് കുറച്ചും കൂടെ നെറ്റ് ലെവൽ സിലബസ് ആണെങ്കിൽ പോലും അതിൽ ചോദിക്കാൻ സാധ്യതകളുണ്ട്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്, എഡ്യൂക്കേഷൻ, സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച് മേജറായിട്ട് വരുന്ന ഒരു ജനറൽ നോളജ്, അത് പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജി, ബി എഡിലും എം എഡിലും പഠിച്ചിട്ടുള്ള തിയറീസ്, ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അതായത് മേജർ തിയറീസും പ്രാക്ടീഷണേഴ്സും അതിൻ്റെ ഫൗണ്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മറന്നുപോയ ബി എഡ് അതുപോലെ തന്നെ എം എഡ് സിലബസ് ഒന്ന് മനസ്സിലാക്കുന്നത് വളരെയധികം നിങ്ങളെ സഹായിക്കും. ഓക്കെ. അതുപോലെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള ആൻഡ് ഇന്ത്യ. അപ്പോൾ അതിലും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കൽ ആക്റ്റുകൾ, പോളിസീസ്, ആർ ടി ആക്ട് എന്താണ്, ആർ ടി ഐ ആക്ട് എന്ന് വന്നു, ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫിഫ്ത്ത് യൂണിറ്റ്, ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു ഏരിയ ഇതാണ്. പക്ഷേ ഇത് കൊടുത്ത് പഠിക്കുമ്പോൾ, ഇത് നമുക്ക് അറിയുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് നമ്മളിതിനെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര കറണ്ട് അഫെയർസ് പഠിച്ചിട്ടുണ്ടായിരിക്കും? ജനറൽ നോളജ് എത്ര എണ്ണം പഠിച്ചിട്ടുണ്ടായിരിക്കും? പുതിയ ഇൻവെൻഷൻസ് എത്ര എണ്ണം പഠിച്ചിട്ടുണ്ടായിരിക്കും? നോബൽ പ്രൈസ് എത്ര ആൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും? ഇതെന്നൊക്കെ ചോദ്യം വരും. അല്ലാതെ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷനിൽ നിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ വരുന്നത്. ഇനി അതിൽ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എല്ലാം വരുന്ന ഏരിയ തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ടീച്ചിങ് മെത്തേഡ്സ്, സ്കിൽസ്, ടെക്നിക്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ മോഡൽസ്, ലേണിംഗ് തിയറീസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബി എഡിൻ്റെ പഴയ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങും, അല്ലേ? അത്രയൊന്നും ആവശ്യമില്ല. മേജർ ആയിട്ടുള്ള ഐഡിയോളജീസ് മാത്രം പഠിച്ചാൽ മതി. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണർ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഡിസബിലിറ്റി സ്റ്റഡീസ്, ഇതൊക്കെ പഠിക്കേണ്ട ഏരിയ തന്നെയാണ്. ഇനി ഇവാലുവേഷൻ, ഏതൊക്കെ തരത്തിലുള്ള ഇവാലുവേഷൻ ഉണ്ട്, അതിന് ടൂൾസ് എന്തൊക്കെ ഉപയോഗിക്കാം, ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഗ്രേഡിങ് ഏതൊക്കെ തരത്തിലുണ്ട്, ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കാം, പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എങ്ങനെ നടത്താം. പിന്നെയുള്ള ഒരു യൂണിറ്റാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്താം, അതിൻ്റെ പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ്, ഹൈറാർക്കി എങ്ങനെ വരും, കമ്മ്യൂണിക്കേഷൻ്റെ ചാർട്ട് എങ്ങനെയാണ്, സെൻറ്റർ എവിടെയാണ് വരുന്നത്, ഫീഡ്ബാക്ക് എപ്പോൾ എടുക്കണം, ഇങ്ങനത്തെ.
പിന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് കമ്പ്യൂട്ടർ ആൻഡ് ICT എന്ന് പറയുന്നത്. സോ ഈസി ടോപ്പിക്കാണ്. അതിപ്പോൾ നെറ്റിന് ചോദിച്ചാലും സെറ്റിന് ചോദിച്ചാലും ഒക്കെ ICT ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം ആൻറ്റിവൈറസ് എന്താണ്, അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, ഗൂഗിൾ ഡ്രൈവ് എങ്ങനെ ഉപയോഗിക്കാം, എക്സ്റ്റേണൽ ഔട്ട്പുട്ട് ഡിവൈസസ് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, ഇൻ്റർനെറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്തൊക്കെയാണ്, അതുപോലെ ടൈപ്സ് എന്തൊക്കെയാണ്, പുതിയ AI ടൂൾസ് എന്തൊക്കെയാണ്, ഓഫീസ് ടൂൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനി റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പേപ്പർ വണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പറയുന്നുണ്ട്, മെത്തേഡ്സ് പറയുന്നുണ്ട്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് പറയുന്നുണ്ട്. സോ ഇത്രയും പറയുന്ന ഒരു ഏരിയ അത് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ യൂണിറ്റിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ അവർ ചോദിക്കും. കാരണം ഇതിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മളുടെ HSSTയും അതുപോലെ VHSC ഒക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനാണ് അടുത്തത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ പ്ലാനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ വരും. അതായത് ഒരു സ്കൂൾ എന്താണ്, ഒരു കോളേജ് എന്താണ്, അതിൽ പ്രധാനപ്പെട്ട UGC എങ്ങനെ വരുന്നു, AICT എങ്ങനെ വരുന്നു, NIRF എങ്ങനെ വരുന്നു, സ്കൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണ്, ഒരു 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 PTA ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കവർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്ന ഒരു സിലബസ് സ്ട്രക്ചർ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ഫൈൻ. ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ അധികം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കുറേ അധികം ടോപ്പിക്കുകളും കുറേ അധികം സബ് ടോപ്പിക്സും വരുന്ന ഏരിയ ആണിത്. ഇത് ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ മാത്രമാണ് പേപ്പർ വണ്ണിൻ്റെ. ഇനി പേപ്പർ ടു ഇംഗ്ലീഷിൻ്റെ സിലബസ് ഡിസ്കഷൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയിട്ട് അതിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സിലബസ് ഡിസ്കഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ അതുപോലെ തന്നെ നെറ്റിൻ്റെ സിലബസ് ഡിസ്കഷൻ, ഇംഗ്ലീഷിൻ്റെ സിലബസ് ഡിസ്കഷനും കൂടെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കേട്ട് നോക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ഇഷ്ടമായി ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷനോ എന്തെങ്കിലും വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്നായി പഠിക്കുക. ഇനി ഒരു 10-30 ദിവസം നമ്മുടെ മുമ്പിലുണ്ട് മാക്സിമം. നന്നായിട്ട് പഠിക്കുക. ഒരു 10-ാം തീയതിക്ക് ശേഷം നിങ്ങൾ എന്തായാലും ഒന്ന് എന്ത് ചെയ്യാം, റിവിഷൻ തീർച്ചയായിട്ടും തുടങ്ങുക. കാരണം ഇത്രയും ദിവസം നമുക്ക് ടൈം കിട്ടിയതാണ്. മടുക്കരുത്, മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്.